മൈൻഡ് വെൽനസ് ക്ലിനിക്, കടക്കൽ ടവർ, നെടുമ്പൈൻകുളം, കുണ്ടറ. കോൺടാക്ട് നമ്പർ 7907604850. ഗ്രോ സെൽഫ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തോമസ് വർഗീസ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലൈംഗിക വ്യതിയാനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതായത് നഗ്നത പ്രദർശനം. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. കൂട്ടത്തിൽ ഞാനും ഇത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ ഒരു കാര്യമൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. വളരെ സ്നേഹബുദ്ധിയാണ് ഞാൻ ഒരു കാര്യമൊന്ന് ഉറപ്പിക്കുകയാണ്. അതായത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൂടാതെ മറ്റ് വീഡിയോകളും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ കാണുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ എനിക്കൊരു അറിവ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ തീർച്ചയായും ഞാൻ ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ഒരുപാട് പ്രിപ്പറേഷൻ അതിനകത്ത് ആവശ്യമുണ്ട്. മാത്രവുമല്ല, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ അറിവും നേടിയവരൊന്നും അല്ലല്ലോ. അപ്പം നമുക്കറിയാൻ വയ്യാത്ത പല വിവരങ്ങളും പല സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് തരുമ്പോൾ അവരോടൊരു നന്ദി പറയുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഞാനതുകൊണ്ട് കാണുന്ന വീഡിയോസൊക്കെ അത് എനിക്ക് ഒരു ഇൻഫർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഈ വീഡിയോ എന്നല്ല, ഏത് വീഡിയോ ആണെങ്കിലും നമ്മൾ കണ്ടാൽ നമുക്ക് ലഭിക്കുന്ന അറിവിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ആ നന്ദി മറ്റുള്ളവരോടും ഇത് തരുന്നവരോടും പ്രകൃതിയോടും ഈശ്വരനോടും ഒക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടായിരുന്നാൽ അത് നമ്മുടെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന്, ഈശ്വര അനുഗ്രഹത്തിനും അത് വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് കൂടുതലായിട്ട് ഞാൻ നീട്ടി പറയുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ഈ ലൈംഗിക വ്യതിയാനങ്ങളിൽ മറ്റൊരു വിഷയമാണ്, അതായത് വോയറിസം അഥവാ ഒളിഞ്ഞുനോട്ടം. അപ്പോൾ ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന ഒരു സംഭവം, ഇത് പലതൊക്കെ നമ്മൾ വായിച്ചും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ വോയറിസം അഥവാ ഈ ഒളിഞ്ഞുനോട്ടം എന്ന് നമ്മൾ പറയുമ്പോൾ എതിർലിംഗത്തിൽപ്പെട്ടവരുടെ നഗ്നത കാണാനോ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് എത്തി നോക്കാനോ അവരുടെ കിടപ്പറകളിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അങ്ങനെ നോക്കി ഒരു ലൈംഗിക സായുജ്യമടയുന്ന ഒരു പ്രകൃതമാണ് ഈ ഒളിഞ്ഞുനോട്ടം അഥവാ വോയറിസം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതായത് ഈ ഒളിഞ്ഞുനോട്ടം എന്നറിയപ്പെടുന്ന ഈ വോയറിസം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗോപ്യമായിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ മറച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ സാധാരണ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സംഗതി തന്നെയാണ്. അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ നോക്കാനുള്ള പ്രവണത ഏറി വരും. അതേപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം അല്ലെങ്കിൽ വിട്ടു നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം, അതായത് സാമൂഹ്യപരമായും ധാർമ്മികപരമായും അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടെ തന്നെയാണ് ഇത്. അതല്ല എങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാനും ആ സമൂഹത്തിൻ്റെതായ ഒരു സപ്പോർട്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാനുമുള്ള സാധ്യത ഇതിൽ കൂടുതലാണ്. ഈ ലൈംഗികമായ ദൗർബല്യമുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഇത് ഏറിയ പങ്കും ഉള്ളത്. എങ്കിലും ഇത് ഉത്ഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ചെറുപ്രായത്തിൽ അവർ അച്ഛനമ്മമാരുടെ കിടപ്പറകളെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വീക്ഷിക്കാനിടയായാൽ അവരിൽ ഈ ഒരു ടെൻഡൻസി വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നിരന്തരം അത് വീക്ഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അവരിൽ ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഹോബിയായിട്ട് മാറുകയും അവരതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തങ്ങളുടെ ചിന്തകളിലധികവും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് അവർ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് ചിന്തിച്ചു പോകുന്നത്. അതായത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ, അതേപോലെ തന്നെ യാഥാർത്ഥ്യബോധമില്ലാത്ത വിവരണങ്ങൾ,
ഇതൊക്കെയാണ് അവരെ അതിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം. അതായത് ലൈംഗിക മാസികകൾ, അതേപോലെ തന്നെ പോൺ വീഡിയോസുകൾ, അതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങൾ, അതായത് സ്ത്രീകളുടേതായ നഗ്ന ചിത്രങ്ങൾ ശേഖരിച്ച് അത് കണ്ട് സായുജ്യമടയുക, പോൺ വീഡിയോസുകൾ കാണുക, അതേപോലെ തന്നെ ഇത് കണ്ട് അവർ സ്വയംഭോഗം ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒളിഞ്ഞു നോട്ടക്കാരുടേതായ ചില ലീലാവിലാസങ്ങൾ. അതായത് സ്ത്രീകളുടെ കുളിക്കടവുകളിൽ ചെന്നെത്തി നോക്കുക, അവർ കുളിക്കുന്നിടത്തോ അല്ലെങ്കിൽ അവരുടെ ബാത്റൂമിലോ മറ്റിടത്തോ വസ്ത്രം മാറുന്നിടത്തോ ഒക്കെ ക്യാമറകൾ അവരറിയാതെ സ്ഥാപിച്ചു വയ്ക്കുക. എന്നിട്ട് അത് കണ്ടതിന് ശേഷം അത് അവരെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിട്ട് അല്ലെങ്കിൽ പണം വസൂലാക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവരുടേതായ ഹോബികളിൽ ചിലതാണ്. ഈ ഒളിക്യാമറ വെച്ചോ അതല്ലെങ്കിൽ സ്ത്രീകളുടേതായ സ്വകാര്യ ഭാഗങ്ങൾ ഇവർ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്താലും ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇവർ ഉപദ്രവിക്കാറില്ല. എന്നാൽ ഇത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം വസൂലാക്കാനൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് അവർ ഏർപ്പെടാറുണ്ട്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഭീകരകരമായ ഒരു സംഗതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഈ ലൈംഗികത കാണുന്നതാണ് കൂടുതൽ ഉത്തേജകം ഉണ്ടാക്കുന്നത്. അവർക്ക് കണ്ട് ആസ്വദിക്കുന്നതാണ് അവരുടേതായ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടേതായ കുടുംബജീവിതം അമ്പെ പരാജയമായിരിക്കും. കുടുംബജീവിതത്തിലേക്ക് ഇവർ പ്രവേശിച്ചാൽ അവിടെ മുതൽ തന്നെ താളപ്പിഴകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഭാര്യയുമായി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനല്ല അവർ പ്രാമുഖ്യം കൊടുക്കുന്നത്, ലൈംഗികത കാണുന്നതിനാണ്. അപ്പോൾ ഈ സ്വന്തം ഭാര്യ തന്നെ മറ്റൊരാളുമായിട്ടൊരു ലൈംഗിക ബന്ധം നടത്തുന്നത് കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യം പോലെ ഒരു പക്ഷേ ഉണ്ടാക്കി കൊടുത്തു എന്ന് വരാം. ഇവരെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് നിയമപരമായി തെറ്റാണെങ്കിലും ഇവരെ ശിക്ഷ നൽകി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശിക്ഷ കൊടുത്താൽ പോലും ഇവരിതിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം വളരെ അപൂർവമാണ്. അപ്പോൾ അത് അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും അവരുടെ വ്യക്തിത്വത്തെയും ഇത് വളരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അവർക്കും സമൂഹത്തിനും വളരെ അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ്. അവരുടെ വ്യക്തിത്വം വളരെ തകർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിന് വേണ്ടതായ കാര്യങ്ങൾ അവർ സ്വയമായോ അല്ലെങ്കിൽ മറ്റുള്ളവരത് മനസ്സിലാക്കിയിട്ട് അവരെ അതിന് വിധേയമാക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മുഖാന്തരം അവർ പിടിക്കപ്പെടുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചാപ്റ്റർ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് പുതിയൊരു വിഷയമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ തോമസ് വർഗീസ്.